പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണവും വിശകലനാതീതവുമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ്. മനസ്സ് എന്നതിന് ഒരു സ്ഥായിയായ നിർവചനം നൽകാൻ ഈ ആധുനിക യുഗത്തിലും നൂതന ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. മനസ്സ് എവിടെയാണ് കുടികൊള്ളുന്നത് ആർക്കും അറിയില്ല. മനസ്സ് എന്നത് ഒരു സത്യമാണ്. നമ്മെ നിയന്ത്രിക്കുന്ന മനസ്സ് എന്ന പ്രതിഭാസം നമ്മൾ അറിയാതെ ഒന്ന് താളം തെറ്റിപ്പോയാൽ പ്രശ്നമാണെന്നേ. നേരെ പോട്ടെ, ഞാൻ വഴിയൊക്കെ പറഞ്ഞു തന്നോളാം. അന്ന് പോട്ടെ അങ്ങോട്ട്. ആയിക്കോട്ടെ, ഇത് പെട്ടെന്ന് അവിടെ എത്തണം. എങ്ങോട്ട് പോണ്ടേ? വണ്ടി പോട്ടെ. എങ്ങോട്ട് പൊക്കോട്ടെ, നേരെ പൊക്കോട്ടെ, ഞാൻ വഴിയൊക്കെ പറഞ്ഞു തന്നോളാം. എങ്ങോട്ടാന്ന് പറഞ്ഞ പോണ്ട വണ്ടിക്ക്? നേരെ പോട്ടെ സതീശോ. ചേട്ടാ അവിടെ ഇരിക്കുക. പറയണ കേക്ക്. വഴിയൊക്കെ പറഞ്ഞു തന്നോളാം. ഇതിപ്പോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് എത്തണം. അതുകൊണ്ടാ നിർത്തണോ? അങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം. പുറത്ത് എത്തിയിട്ടാ നമുക്ക് ഉൾക്കൊള്ളു. നമുക്ക് എത്തണം. അതുകൊണ്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോട്ടെ. ആയിക്കോട്ടെ. എന്താ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ. പെട്ടെന്ന് ചേട്ടന് നമുക്ക് അവിടെ വരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റേ പുള്ളിക്ക് നല്ല സുഖമില്ല. എന്തോടാ പറ്റിയേ? ഒന്നുമില്ല. നോക്ക് നോക്ക് സതീശ, വണ്ടിക്കെത്താ പറ്റിയേ? അയ്യോ, ഇനി എങ്ങനെ പോവും? നോക്കട്ടെ നോക്കട്ടെ. എന്താണെന്നറിയില്ല, വണ്ടിയുടെ ഫ്രണ്ടിലൊരു കുലുക്കം, ചെറിയൊരു ഏനക്കേട്. അത് എന്നാ പറ്റിയതോ? വണ്ടി നിന്നല്ലോ. എന്താണെന്നറിയില്ല, നോക്കട്ടെ. എന്താ ടയറിന് വല്ല കുഴപ്പമാണോ സതീശ? കുഴപ്പമില്ല, പക്ഷേ ഒരു ചാട്ടം കാണും. അല്ല, ഇത് എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ ചേട്ടനെ കൊണ്ട്. ചേട്ടനെ കൊണ്ടാ? നിനക്കറിയാലോ, ചേട്ടന് കുറെ നാളായിട്ട് സുഖമില്ലാതിരിക്കുമല്ലേ. എവിടേക്കാ കൊണ്ടുപോണത്? അവിടെ ജോത്സ്യം പറഞ്ഞ് ആ മുരിങ്ങോടൻ നമ്പൂരിയുടെ അടുത്ത് കൊണ്ടുപോകാനായിട്ട്. എടുക്കനാ പുലിയ പുലി. എന്റെ അമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അറിയാലോ നേരത്തെ. ആള് ബഹം എടുക്കനാ. ആ. അവരെ തലമുറകളായിട്ട് മഹാമാന്ത്രികരാ. ആ. ചുട്ട കോഴിയെ മാനം പറപ്പിക്കുന്ന സാധനങ്ങള്. ആണോ? അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയത് നന്നായി. നീ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാറില്ല അല്ലേ? ഏയ്, വണ്ടി വിളിച്ചതേ അബദ്ധമായല്ലോടാ. നീ കണ്ടിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. സതീശ, എന്നാ പെട്ടെന്ന് പോവാ. വണ്ടി എടുക്ക്. ഓ, ഇനി എപ്പ എത്താനാ അവിടെ? എന്നാ വേഗം പോവാ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ചേട്ടനെ കാണുന്നില്ല. ചേട്ടനെ കാണാനില്ല. എങ്ങോട്ട് പോയി?
ഹലോ ഹലോ ആ ചേച്ചി ഞാൻ ഓട്ടത്തിലാ. ആ ഇതെപ്പോൾ കഴിയുമെന്ന് പറയാൻ പറ്റൂല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലിമല താവുകളിൽ ഇല്ലെല്ലാം പോട്ട് വരും തെന്നലേ തെന്നലേ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കിഴവത്തോ 14 ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ കല്ലായി കവിടത്തോ 14 കടവത്തോ ഇല്ലിമുളം കാടുകളിൽ നല്ലതെല്ലാം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമല കാവുകളിൽ നല്ലതെല്ലാം പാടി വരും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ നല്ലതെല്ലാം പാടി വരും. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിരായിരമാശകളാലൊരു പൊന്നല പിരിഞ്ഞു കുടമുല്ല പൂവിരിഞ്ഞു പൊന്നലേ തെന്നലേ അല്ലിമല കാവുകളിൽ അല്ലെല്ലാം പാടി വരും തെന്നലേ. ഇതൊന്ന് വാസനിപ്പിച്ചാൽ മതി, ഉടനെ ബോധം കിട്ടുള്ളൂ. സിന്ധു, എടി സിന്ധു, എന്താ വിളിച്ച് കാറുന്നേ? എത്ര നേരമായിട്ട് ഒരു ചായ ചോദിച്ചിട്ട് നീ ഇതവിടെ എന്നെ എടുക്കുക? നിങ്ങക്ക് വല്ല ചായബാധയും കേറിയോ? നേരം വെളുത്തിട്ട് എത്രാമത്തെ തവണയാണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ ഈ കോമാളി വേഷം കെട്ടിയിരുന്നാ മതി, മനുഷ്യന്റെ പണിയെടുത്ത് നടു ഒടിഞ്ഞു. പിന്നെ നിനക്ക് ഇവിടെ എന്ത് മലമറിക്കണ പണിയായിരിക്കണേ? ഈ കൊച്ചു വീട്ടിൽ ഇത് മാത്രം എന്നാ പണിയാടി? നിങ്ങൾക്കപ്പം എന്നോട് പുച്ഛം. ഈ അടിമപ്പണിയെ പുറത്തു പോയി എടുത്തിരുന്നെങ്കിലേ നല്ല ശമ്പളം കിട്ടിയേനെ. അപ്പം നിങ്ങൾക്ക് എന്നോട് നല്ല വിലയും ഉണ്ടായേനെ. എന്നാ എന്നാ വെളിവില്ലാണ്ട് നടക്കുകയാടി നീ? ഇതിനകത്ത് പഞ്ചസാര ഇടാൻ മറന്നു പോയാ? അതെ, ഇവിടുത്തെ പഞ്ചസാര പാത്രേ അക്ഷയപാത്രമല്ല, എടുക്കും തോറും നിറഞ്ഞു വരാനായിട്ട്. അല്ല, ഇനിയിപ്പൊ അതിന് വല്ല മന്ത്രം ഉണ്ടോ നിങ്ങളുടെ കയ്യില്? പലചരക്ക് കടയിലെ കടം തീർത്തിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? എന്താ? കുട്ടികളുടെ ഫീസേ ഇതുവരെ കൊടുത്തിട്ടില്ല, നാളെ അവസാന തീയതി. ഫീസോ? അതിന്നാണ് നമ്മൾ കൊടുത്തതല്ലേ? അത് പഴയത്. പിള്ളേരെ മുന്തിയ സ്കൂളിൽ ചേർക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു, കൊട്ടക്കണക്കിന് കാശ് വേണോന്ന്. അതെ, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. അവര് വന്ന് കട്ട് ചെയ്താലേ ഇരുട്ടത്തിരുന്ന് മന്ത്രം ചൊല്ലേണ്ടി വരും, പറഞ്ഞേക്കാം. എന്റെ സിന്ധു, നിനക്ക് ഈ പഞ്ഞപ്പാട്ടല്ലാതെ സന്തോഷമുള്ള കാര്യമൊന്നും പറയാനില്ലേ? ആ ഉണ്ട്. നമ്മുടെ കിഴക്കേലെ കേശവൻ ചേട്ടന്റെ മോന്റെ ഭാര്യയില്ലേ, അത് പിണങ്ങിപ്പോയി. കൊള്ളാലോ. ബന്ധം വേർപിരിയുമെന്ന് പറയണ കേട്ടെ. ആ
വിനിയാനങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇത്ര പെട്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്കേ ഒന്നും സഹിക്കാൻ പറ്റില്ലേ, ഒറ്റ ബുദ്ധിയാ. അതൊന്നും അല്ലെന്നേ, പിന്നെ ആ ചെക്കൻ്റെ മുടിഞ്ഞ കുട്ടി കാരണം. ഇന്നലെ എന്തായിരുന്നു അവിടെ പുകിലെന്നറിയോ? അത് അവന്റെ കുറ്റമല്ലടി. നിങ്ങൾ എന്താ ഈ പറയണേ? അതെ, അതൊരു ബാധോപദ്രവാണടി. ബാധ മണ്ണാങ്കട്ട, അവനെ നല്ല തല്ലു കൊള്ളാഞ്ഞിട്ട. അതൊന്നും അല്ലടി, പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ചാരായ ചാത്തിനില്ലേ, അവന്റെ പ്രതികാര. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ അവൻ വഴിതെറ്റിക്കും. നിങ്ങളുടെ ഈ വളിച്ച കോമഡി ഇട്ടോന്നെടുക്കാൻ എനിക്ക് നേരമില്ല. എന്തായാലും ആ ചെക്കൻ്റെ കുടി നിർത്താനേ വല്ല ആശുപത്രിയിലും പോകേണ്ടി വരും. ഏയ് അതൊന്നും വേണ്ടതേ, ഞാനേ ഒരു ചരട് ജീവിച്ച് കേട്ടാ. എൻ്റെ പൊന്നോ, നിങ്ങളുടെ ഒരു ചരട് കെട്ട് ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്റെ ചരടിന് എന്താ കുഴപ്പം? ഓടി നടന്ന് പണിയെടുത്തോണ്ടിരുന്ന എൻ്റെ ആങ്ങളയ്ക്കേ കണ്ടകശനിയുടെ അപഹാരമാണെന്നും പറഞ്ഞ് നിങ്ങൾ പൂജയും മന്ത്രവും ചരടും ഒക്കെ ജപിച്ച് കെട്ടിയിട്ട് ആ ചെക്കനിപ്പോൾ പണിയെന്ന് കേട്ടാലേ പേടിയാ. അത് എൻ്റെ ചരടിൻ്റെ കുഴപ്പമല്ല, നിന്റെ ആങ്ങളയ്ക്ക് കയർപ്പിൻ്റെ അസുഖ, പണിക്ക് പോവാൻ മടിയേ, അതാ. അതിനെന്താ, നിന്റെ ആങ്ങളയ്ക്ക് ഇപ്പൊ പരമസുഖമല്ലേ, ആഹരിക്കുക, നിലം പൊത്തുക. എൻ്റെ ആങ്ങളയ്ക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു ഒടുക്കത്തെ മന്ത്രവാദം. മന്ത്രവാദത്തിനെ കുറിച്ച് നീ പറയരുത്. ഞങ്ങൾ അച്ഛനപ്പൂപ്പന്മാരായിട്ടേ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കൊടി കെട്ടിയ മന്ത്രവാദികളായിരുന്നു, അറിയാമോ നിനക്ക്? അയ്യോ, നിങ്ങളുടെ ഒരു അച്ഛൻ മന്ത്രവാദി ആക്രാന്തം കാട്ടി ചുട്ട കോഴീനെ അണ്ണാക്കിലോട്ട് ഇട്ടിട്ട് എല്ല് തൊണ്ടയിൽ കുടുങ്ങിയല്ലേ ചത്തത്. ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. എന്താ ഒരു ചുറ്റിക്കളി? അല്ല, ഞാൻ വല്ലതും സഹായിക്കണോ? എന്താ പതിവില്ലാത്തൊരു സ്നേഹഭാവം? അതെ ചേട്ടാ, അടുത്ത ആഴ്ചയെ നമ്മുടെ രാധചേച്ചിയുടെ മോളുടെ കല്യാണമല്ലേ, അപ്പോ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണ്ടേ? അപ്പൊ അതാണ് കാര്യം. പിന്നെ കല്യാണത്തിനെടുക്കാനേ എനിക്കൊരു കാഞ്ചീപുരം സാരി വേണം, നല്ല അടിച്ച് പൊളിച്ചു പോകണം, എന്നാലേ നിങ്ങൾക്കൊരു വില ഉണ്ടാവുള്ളൂ. എൻ്റെ ദേവി, പിടി വെട്ടിയതിനെ പാമ്പ് കടിച്ചല്ല, ഈ കണ്ടകശിനി എന്നെ കൊണ്ടേ പോകൂ. ദേ, എന്തൊക്കെ മറന്നാലും എൻ്റെ സാരിയുടെ കാര്യം മറക്കരുത്. ഓ കേട്ടു, ആരെങ്കിലും വന്ന് പെടാതിരിക്കില്ല. വന്ന് വിടും. പണ്ടത്തെ പോലെയൊന്നല്ല, ഇപ്പൊ ആളുകൾക്ക് വിവരം വെച്ചു തുടങ്ങി. എന്ത് വിവരം വെച്ചാലും എനിക്കുള്ളത് എൻ്റെ മൂർത്തി കൊണ്ടുവന്ന് തരും. ആ, വന്നാ നന്നായി, ഇല്ലെങ്കിലേ പട്ടിണിയാവും. അയ്യോ, അടുപ്പത്ത് കിടക്കണ അരി ഇപ്പൊ പായസമായിട്ടുണ്ടാവും, നിങ്ങൾ കാരണം. ഇവളുടെ ഒരു കാര്യം. കുറച്ച് കൂടുതലിരിക്കട്ടെ. ജോയ്സും പറഞ്ഞ ആള് വരുന്നു. അതാൻ പോയി അവരെ കൂട്ടിയിട്ട് വാ കേട്ടാ, പറഞ്ഞു മനസ്സിലാക്കി. വീട്ടിലേക്ക് പോണേ. വാ വാ ചേട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓം നമോ ഭഗവതി മഹാകാളി മുതലായ 101 മന്ത്രമൂർത്തികളും 1001 ബലികളും ദേവതമാരും 100 കോടി ഗന്ധർമാരും 10 കോടി 400 ചാത്തന്മാരും ചണ്ടാള ദേവതമാരും എനിക്ക് നാനാവിധം വരുത്താതെ 40 കാട്ടകത്ത് നരസിംഹത്തെ കണ്ട കരിയാനെ പോലെ 5 ഒതുങ്ങി ആചാരം ചെയ്ത് നഞ്ചുകുഞ്ച് നാവടക്കി സർവ്വലോകരും എനിക്ക് വശ്യമായിരിക്കെ സ്വാഹ. നമ്മള് വീട്ടിലേക്ക് കേട്ടാ പോണേ. ഞാൻ പോവാ, എന്നെ അവിടെ കൊണ്ടുപോവാ. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കേറി ചേട്ടാ, അങ്ങോട്ട്. സ്വാഹ സ്വാഹ.
അവിടെ നിൽക്ക്. എന്താ നിയന്ത്രിക്കാൻ പറ്റാണ്ടായി അല്ലേ? അതേ സ്വാമി, രക്ഷിക്കണം. ചേട്ടനെ കൊണ്ട് നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അസ്ഥാനത്തുള്ള പാട്ടും ഓടിപ്പോക്കും മടുത്തു. സ്വാമിക്ക് മാത്രം ഇനി ചേട്ടനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ജ്യോത്സ്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പരിഹാരം ഉണ്ടാക്കാം. നന്നായി വന്നത്. അതെ സ്വാമി. പറയണ്ട, നോം കണ്ടുപിടിച്ചോളാം. എന്താ സംഭവിച്ചെന്ന് നോമിന്റെ ഉപാസനാമൂർത്തി നമുക്ക് കാണിച്ചു തരും. ധ്യായേത് ക്രോധമുഖി ത്രിലോകജനനി ഉഗ്രാസി ദണ്ഡാൻവിതാം ഉഗ്രരൂപ പതരാം ദേവി വൈദിമാരണ തൽപരേ ഇതി മമ മാനസേ ഹിതകാരി ദർശന മാർഗേ തഥോ തതഃ. ഇതി മമ മാനസേ ഹിതകാരി ദർശന മാർഗേ തഥോ തതഃ. ഇതി മമ മാനസേ ഹിതകാരി ദർശന മാർഗേ തഥോ തതഃ. കൊടിയ ബാധയാണല്ലോ ഇയാളുടെ ദേഹത്ത് കയറിക്കൂടിയിരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോവില്ല. ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാ നിങ്ങളെ കാത്തിരിക്കണതേ. മഹാ അപകടകാരിയാ. അടുത്ത അമാവാസിയോടുകൂടി ഈ ബാധ കൂടുതൽ ശക്തി പ്രാപിക്കും. പിന്നെ ബന്ധിക്കുക അസാധ്യം. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ദുർമരണങ്ങൾ വരെ സംഭവിക്കാം. അയ്യോ സ്വാമി, ഇന്നലെ പാട്ട് നിർത്താൻ പറഞ്ഞതിന് ഏട്ടത്തിയമ്മേനെ വാക്കത്തെയും കൊണ്ട് പുറകെ ഓടിച്ചു വെട്ടാനായിട്ട്. തക്ക സമയത്ത് പിടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് ഹോമം തുടങ്ങണം. ഇയാളെ വരുതിയിലാക്കാൻ ദിവസങ്ങൾ നീളുന്ന മന്ത്രയന്ത്ര തന്ത്ര ഹോമാദികർമ്മങ്ങൾ വേണ്ടിവരും. അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന ബാധയല്ല. അതിന് ഭാരിച്ച ചെലവ് വരും. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ചേട്ടന്റെ മേൽ കൂടിയേക്കണം ബാധയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചു തരണം. ബാധയെ ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. ആൺകുട്ട, എല്ലാം ഒന്ന് വിശദാക്കി കൊടുക്കൂ. സ്വാമി, എന്ത് വിറ്റിട്ടായാലും ശരി, പൈസ ഞാൻ കൊണ്ടുവന്നോളാം. ചേട്ടൻ്റെ മേലുള്ള ഈ കൊടിയ ബാധയെ, ഈ നശിച്ച ബാധയെ ഒന്ന് ഒഴിവാക്കി തന്നോ മതി. എങ്കിൽ ധൈര്യമായിട്ടിരിക്കേ. ബാധയെ ഈ മുരിങ്ങോടൻ ഒഴിപ്പിക്കും. ആൺകുട്ട, അവിടെ പിടിച്ചിരുത്ത്. ഇരിക്കേ, ഇരിക്കാൻ. മുരിങ്ങോടനോടാ കളി. ക്രീം ക്രീം ഹും ഫട്ട് ഘോര ഘോര ദക്ഷിണേ. ക്രീം ക്രീം ഹും ഫട്ട് ഘോര ഘോര ദക്ഷിണേ സ്വാഹ. ഇരിക്കാൻ. മുരിങ്ങോടനോടാ കളി. ആദ്യം നോമിവനെ നമ്മുടെ ഉപാസനാമൂർത്തിയുടെ വരുതിയിലാക്കാം. അതുകൊണ്ട് ആദ്യം ഞാനിവനൊരു ചരട് ജപിച്ച് കിട്ടാം. മുക്കോടി മൂവറുകളാൽ 4541 മന്ത്രമൂർത്തികളും ബില്ലിശൂന്യ കരുണാശങ്കലി പ്രേതഭൂത പേപ്പിശാജ് മുട്ടുകെട്ട് മുറിക്കെട്ട് മാട്ട് മാരണം കൂടത്രപ്പണികൾ ചെയ്വന ശത്രുബാധ ദൃഷ്ടിബാധ ശാപദോഷം ദോഷങ്ങൾക്കെല്ലാം ഞാൻ പിടി ഈ ഭസ്മത്തിലെ കെട്ടുകെട്ട് മുട്ടുമുട്ട് എൻകെട്ട് ഗുരുനാഥൻ കെട്ട് വൻകെട്ട് വൈരക്കെട്ട് നിൽക്ക് സ്വാഹ. 30 മുക്കോടി മൂവറുകളാൽ 4541 മന്ത്രമൂർത്തികളും ബില്ലിശൂന്യ കരുണാശങ്കലി പ്രേതഭൂത പേപ്പിശാജ് മുട്ടുകെട്ട് മുറിക്കെട്ട് മാട്ട് മാരണം കൂടത്രപ്പണികൾ ചെയ്വന ശത്രുബാധ ദൃഷ്ടിബാധ ശാപദോഷം ദോഷങ്ങൾക്കെല്ലാം ഞാൻ പിടി ഈ ഭസ്മത്തിലെ കെട്ടുകെട്ട് മുട്ടുമുട്ട് എൻകെട്ട് ഗുരുനാഥൻ കെട്ട് വൻകെട്ട് വൈരക്കെട്ട് നിൽക്ക് സ്വാഹ. 30 മുക്കോടി മൂവറുകളാൽ 4541 മന്ത്രമൂർത്തികളും ബില്ലിശൂന്യ കരുണാശങ്കലി പ്രേതഭൂത പേപ്പിശാജ് മുട്ടുകെട്ട് മുറിക്കെട്ട് മാട്ട് മാരണം കൂടത്രപ്പണികൾ ചെയ്വന ശത്രുബാധ ദൃഷ്ടിബാധ ശാപദോഷം ദോഷങ്ങൾക്കെല്ലാം ഞാൻ പിടി ഭസ്മത്തിലെ കെട്ടുകെട്ട് മുട്ടുമുട്ട് എൻകെട്ട് ഗുരുനാഥൻ കെട്ട് വൻകെട്ട് വൈരക്കെട്ട് നിൽക്ക് സ്വാഹ. നാണുകുട്ട, ഇങ്ങോട്ട് വരിക. തമ്പി നീച സമായുക്ത ബലിപ്രതോപാദ വിനാശിനി ഭൂതപ്രേത പിശാചേഷു പുഷ്പധൂപാദി അഭിസ്തഥ. നാണക്കുട്ട, ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോളണം. സദൃച്ഛിന്റെ ശിരക കൃപാണമപിയം ഹസ്തർവരം ബിഭ്രതിം ഘോരാസി നിലയാൻ സ്രജസുരുചിര മുന്മുക്ത കേശാവലിയും സൃക്യോസൃക് പ്രവാഹ ശ്മശാന നിലയാ സൃത്യോഹം ശവാലങ്കൃതിയും ശ്യാമാംഗീം കൃതമേകലാം ശവകരേർ ദേവി ഭജേ കാളികാം സ്വാഹ.
സദൃച്ഛിന്റെ ശിരഹ കൃപാണമഭിയം ഹസ്തർവരം വിഭ്രതിയും ഘോരാസി നിലയാം ശ്രതിസൂര്യനും ഉന്മുക്ത കേശാവലിയും സൃക്യോസൃക് പ്രവാഹ ശ്മശാന നിലയാം സൃത്യോഹം ശവാലങ്കൃതിയും ശാമാങ്കിയും കൃതമേഖലാം ശവകരർ ദേവി ഭജേ കാളികാം സ്വാഹ സകൃപാണമഭിയം ഹസ്തർവരം വിഭ്രതിയും ഘോരാസി നിലയാം ശ്രതിസൂര്യനും ഉന്മുക്ത കേശാവലിയും സൃക്യോസൃക് പ്രവാഹ ശ്മശാന നിലയാം സൃത്യോഹം ശവാലങ്കൃതിയും ശാമാങ്കിയും കൃതമേഖലാം ശവകരർ ദേവി ഭജേ കാളികാം സ്വാഹ. ഒരുങ്ങോടനോടാ കളി. രുദ്രരൂപ മുഖാഘോര ഘോരരൂപ ഭയങ്കരി സർവശത്രു ക്ഷയങ്കരി ബാധസ്തംഭതകാരിണി ഉച്ചാടന മാരണനാശിനി മോഹസ്തംഭതകാരിണി നിത്യം ശ്മശാനവാസിനി ലാക്കിനി മാംസഭക്ഷിണി മോഹനേ രക്തരൂപിണി ജംബമാരണമഥാകൂർണി രക്താംബോജ സനാദേവി നമസ്തസ്യേ നമോ നമഃ. ഇനി ഇയാളായിരിക്കും കുറച്ചു നാളത്തേക്ക് എന്റെ പണത്തിന്റെ അക്ഷയപാത്രം. സിന്ധുവിന്റെ കാഞ്ചീപുരം പട്ടുസാരി, പിള്ളേരുടെ ഫീസ്, കല്യാണ സമ്മാനം എല്ലാം ഇനി ഡബിൾ. ഓക്കെ, മുല്ലപ്പൂ വേണം. എനിക്ക് മുല്ലപ്പൂ വേണം. അതേ പാട്ടുകാരൻ വരണം. എത്ര നേരം വിളിക്കുമേ. മുല്ലപ്പൂ വേണം. അതെ, കുറച്ച് നീങ്ങിയിരിക്കാൻ പറ്റുമോ? രാമത്തൊന്നും ഇരിക്കാൻ ഇത്തിരി നീങ്ങിയിരിക്കും. നീങ്ങിയിരിക്കാമോ? കുറച്ച് കുറച്ച് നീങ്ങിയിരിക്കും. ഇരിക്കാട്ടോ. എനിക്ക് മുല്ലപ്പൂ വേണം. ഡോക്ടറെ വിളിക്കുക, അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സിപ്ലയുടെ റെപ്രസെന്റേറ്റീവ് കുമാർ വരുമ്പോ കയറ്റി വിട്ടത്. ശരി ഡോക്ടർ. 4 മണിയാകുമ്പോൾ വിനോദ് നെല്ലിക്കാപ്പള്ളി വരെ അദ്ദേഹത്തിനുള്ള സെർനെക്സ് ടാബും കൊടുക്കും. യെസ് ഡോക്ടർ. എത്ര നാളാണ് നിർത്തിയേക്കണേ? ഞാൻ പോവാ. അവിടെ ഇരിക്കേട്ടാ, അവിടെ ഇരിക്കേ. എനിക്ക് പാട്ട് ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കല്ലേ. എഴുതി വെച്ചേക്കണ്ടോ നിശബ്ദത പാലിക്കുക എന്ന്. ഡോക്ടർ വഴക്കു പറയും. ആ, അങ്ങനെ ഇരുന്നു. പറ്റില്ല. എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? നോക്കിട്ട് വരും. ശരി ഡോക്ടർ. എനിക്ക് പാട്ട് പാടണം. ഇവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല. ഒച്ച വെക്കല്ലേ, അങ്ങനെ പാട്ടൊന്നും പാടരുത് ഇവിടെ. പാട്ട് പാടാൻ പാടില്ല ഇവിടെ. ഹലോ, എഴുതി വെച്ചേക്കണ്ട, നിശബ്ദത പാലിക്കുക. ഹോസ്പിറ്റലല്ലേ? നിർത്തി. ഡോക്ടർ, പുറത്തൊരു രോഗി വയലന്റ് ആണ്. ഇങ്ങോട്ട് കൂട്ടിക്കെട്ട് വരും. ശരി ഡോക്ടർ. ഡോക്ടറെ കാണാൻ വന്നേക്കണല്ലേ? ആ, അവിടെ ഇരിക്കേ. എന്താ കാണിക്കണേ? മര്യാദക്ക് ചേട്ടാ, പാട്ട് നിർത്തിയേട്ടാ. എനിക്ക് പാടണം ചേട്ടാ, നമ്മള് ഡോക്ടറെ അടുത്തേക്കാ പോണത്. ഡോക്ടറെ അടുത്തേക്കല്ലേ പോണേ? പാട്ട് പാടണം. പാട്ടൊക്കെ പാടിക്കും. പാട്ട് പാടണം. അടുത്തേക്ക് പോകുമ്പോ അങ്ങനെ പാടാം. എനിക്ക് പാട്ട് പാടണം. അങ്ങനെ ഇരുന്നോ? അനങ്ങണ്ട, അവിടെ ഇരുന്നു പാടണം. പാടണം. ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഇയാൾക്ക് ഇതെന്താ പറ്റിയത്? എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി സാറേ തുടങ്ങിയിട്ട്. എന്താ എവിടെയെന്നാ ഒന്നും അറിയില്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പാട്ട് പാടും. എന്നിട്ട് ഇന്നാള് മരിച്ച വീട്ടിൽ പോയിട്ട് ഉല്ലാസ പോത്തിരികൾ പാട്ട് പാടും. അവിടെയുള്ളവരെല്ലാവരും അടിച്ചോടിച്ചു. പിന്നെ ചേട്ടന് എന്ത് കിട്ടിയാലും എടുത്തെറിയും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തേക്ക് എടുത്തെറിയും, എല്ലാം അടിച്ചുടയ്ക്കും. അതാണ് സാറേ ഇപ്പോഴത്തെ സ്ഥിതി. അത് തന്നെയല്ല സാറേ,
കണ്ണ് തെറ്റിയാൽ റോട്ടിലേക്ക് ഇറങ്ങി ഓടും. അവിടെ ചെന്ന് തൊണ്ട കീറി പാട്ട് പാടും. നമ്മൾ തടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കല്ലെടുത്തെറിയും. Oh my God. എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇയാൾക്ക് കൊടുത്തത്? അത് പിന്നെ സാറേ, മടിക്കണ്ട, പറഞ്ഞോളൂ. ഈ ഏട്ടത്തിയമ്മയുടെ ആങ്ങളെ പറഞ്ഞപ്പോൾ ജോത്സ്യനെ കാണാൻ പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങൾ അപ്പം തന്നെ പോയി ജോത്സ്യനെ കണ്ടു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ജോലിസിനെയാണോ കാണേണ്ടത്? ഇത് നല്ല തമാശ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ അന്ധവിശ്വാസമാണ് ഈ പാവത്തിന് ഈ ഗതി വരാനുണ്ടായ കാരണം. അല്ല സാറേ, ജോത്സ്യൻ പ്രശ്നം വെച്ചപ്പോ ചേട്ടന്റെ ശരീരത്തിൽ ബാധ കയറിയാന്ന് ജോത്സ്യൻ തന്നെ പറഞ്ഞു സാറേ. പിന്നെ ജോത്സ്യൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മഹാമാന്ത്രികന്റെ അടുത്തേക്ക് അയച്ചു. അയാൾ കുറെ മന്ത്രവാദം ഒക്കെ ചെയ്തു, പക്ഷെ ബാധ ഒഴിഞ്ഞു പോയില്ല. അമാവാസി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയാൽ പോരായിരുന്നോ? അത് പിന്നെ സാറേ, ഏട്ടന്റെ അമേരിക്കയിലുള്ള മോള് പറഞ്ഞിട്ടാ ഞങ്ങൾ സാറിനെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അമേരിക്കയിലുള്ള മോക്ക് വിവരമുണ്ട്, ബാധ പോലും. ഈ ബാധയുടെ പേരും പറഞ്ഞ് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ രോഗിയുടെ എത്രമാത്രം വിലപിടിപ്പുള്ള സമയമാണ് നിങ്ങൾ കളഞ്ഞത്. അങ്ങനെ ആ തട്ടിപ്പിപ്പെട്ട് കുറെ കാശ് പോയത് മെച്ചം. ഇയാളുടെ നില കൂടുതൽ വഷളാക്കാൻ നിങ്ങൾക്ക് പറ്റി, ശരിയല്ലേ? തെറ്റ് പറ്റിപ്പോയി സാറേ. എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഈ അവസ്ഥയിൽ നിന്നും ചേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണം. കാണുന്നത് മാത്രയില് രോഗം മാറ്റാൻ ഞാൻ ദൈവമല്ല, എൻ്റെ കയ്യിൽ മന്ത്രവുമില്ല. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചികിത്സിക്കാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങൾ ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മഹാ കഷ്ടമാണ്. സാധാരണ ഇതേപോലുള്ള രോഗികളെ കൊണ്ടുവരുന്നത് കുറച്ച് നേരത്തെ ആയിരിക്കണം. പേടിക്കണ്ട, എല്ലാം ശരിയാക്കി തരാം. നിങ്ങൾ ഈ മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വളരെ താമസിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തരുത്. വേദന എടുക്കും, ഒന്ന് അഴിച്ചു തരാൻ പറഞ്ഞു. ഷാജി, ഒന്ന് അഴിച്ചു കൊടുക്കൂ. ഡോക്ടറെ, ചേട്ടന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാ കൈ രണ്ടും കൂട്ടിക്കെട്ടിയത്. ഒരു പ്രശ്നം ഉണ്ടാകില്ലടോ, താൻ ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ ഡെയിലി ഇങ്ങനെയുള്ള എത്ര പേഷ്യൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തനിക്കറിയോ? പിന്നെ പാവം ഒരുപാട് അനുഭവിച്ചു, കഷ്ടം. രാവിലെ പോയി ഞാൻ ഇന്ന് പാട്ട് പാടും. എനിക്ക് പാടണം. അതിനെന്താ, പാടിക്കോളൂ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരന്. ഡോക്ടറെ, എനിക്ക് കരോക്കെ വേണം. കരോക്കെ ട്രാക്ക് വേണോ? ഷാജി, ആ കരോക്കെ ട്രാക്ക് ഒന്ന് കൊണ്ടുവരൂ. ശരി ഡോക്ടർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സ്നേഹത്തോടെ ഇവരെ ചേർത്ത് പിടിച്ചാൽ മതി, പകുതി ആശ്വാസം ഇവർക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഈ അവസ്ഥ മുതലെടുത്ത് അന്ധവിശ്വാസത്തിലൂടെ തട്ടിപ്പ് നടത്തുന്നവരുടെ മുൻപിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നിർദാക്ഷിണ്യം വലിച്ചെറിഞ്ഞ് അവരുടെ വിലയേറിയ ജീവിതം നശിപ്പിക്കരുത്. ഓർക്കണം സാറേ, ഓർക്കണം. എല്ലാവരും പറഞ്ഞപ്പോ സാരമില്ലടോ. പക്ഷെ ഒന്നും ഓർക്കുക, നാളെ നമുക്കും ഇത് സംഭവിക്കാം. അത് നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇവരെ ഭയപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. കൂടെ നിൽക്കുക, നമുക്കൊരുമിച്ച് എന്നും എപ്പോഴും. ഇതുപോലെ താളം തെറ്റിയ മനസ്സിന് വേണ്ടത് കൃത്യമായ മരുന്നും പരിചരണവുമാണ്, അല്ലാതെ മന്ത്രവും ഹോമവും ഒന്നുമില്ല.
അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ദേവിയുടെ കടാക്ഷം കൊണ്ടും ഡോക്ടറുടെ നല്ല ചികിത്സ കൊണ്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ലടാ. എല്ലാ ചൊവ്വയും വെള്ളിയും അമ്പലത്തിലൊന്ന് തൊഴുക. ശരി അതെ. എല്ലാം ദേവിയുടെ അനുഗ്രഹം. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാര നല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോ വന്നണഞ്ഞു മാകേന്ദ്ര നീലാഭയ തൃക്കാർത്തിക നാളിൽ മധുരപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സ്വരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തന്നടയിൽ നിന്നുയർന്നു സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങൾ അവയൊക്കെയും മറം എൻ മനസ്സിനിത് പുണ്യമായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാര നല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ജഗദംബ മദംബ കദംബ വന പ്രിയവാസിനി ആസരത്തെ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗനിജാലയ മധ്യഗതേ. ഈ ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ അവസ്ഥ ഇങ്ങനെയായതുകൊണ്ടായിരിക്കാം. കൈവിട്ടുപോയ മനസ്സുമായി കുടുംബത്തിനും സമൂഹത്തിനും നിരന്തരം പ്രതിബന്ധങ്ങൾ നൽകാൻ വിധിക്കപ്പെട്ട മനുഷ്യ ജീവിതങ്ങളെ മന്ത്രവാദി കൂട്ടങ്ങളുടെ അന്ധവിശ്വാസ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ ഏതൊരു രോഗവും പോലെ മാനസിക വിഭ്രമത്തിനെയും ശരിയായ ചികിത്സയിലൂടെ മുഴുവനായും ഭേദമാക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ സമൂഹത്തെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണിത്.